ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക പ്രത്യാശയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 5-ാമത്തെ വചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കുടികൊണ്ടിട്ടുണ്ട്. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ വാസം ഉറപ്പിക്കുകയും ചെയ്യുമെന്ന്. നിനക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കും. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ ദൈവത്തിൻ്റെ വചനം പാലിക്കും. അപ്പോൾ ദൈവം നിന്നിൽ കൂടാരമടിക്കും. ദൈവം നിൻ്റെ കൂടാരമടിക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല, നിൻ്റെ ജീവിതത്തിൽ സങ്കടത്തിന് സ്ഥാനമില്ല, നിൻ്റെ ജീവിതത്തിൽ വേദനയ്ക്ക് സ്ഥാനമില്ല. നിറഞ്ഞ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് മുന്നേറാനായിട്ട് സാധിക്കും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 16, 17, 18 വചനങ്ങളിൽ തമ്പുരാൻ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായി തീരും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായി തീരും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടുവെന്ന്. നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഈശോയിലൊരു പ്രത്യാശ നിനക്കുണ്ട് എങ്കിൽ, നീ രഹസ്യമായി പറഞ്ഞാലും, നീ അടുത്തിരുന്ന ഒരു വ്യക്തിയോട് നിൻ്റെ സങ്കടം പങ്കുവെച്ചാലും അത് കേൾക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ വലിയ വേദനയിൽ, ഞെരുക്കത്തിൽ, സങ്കടത്തിൽ പരസ്പരം വേദനകൾ പങ്കുവെച്ച് നിലവിളിച്ചപ്പോൾ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തിയെന്ന്. ഇന്ന് ഞാൻ പരസ്പരം സംസാരിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കുവാൻ കാത്തിരിക്കുന്നൊരു ദൈവം എൻ്റെ ഒപ്പമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ അവൻ വിളിക്കപ്പെടുമെന്ന്. ഈ ഇമ്മാനുവേൽ അനുഭവം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ഹൃദയം നിറയെ ഒരു പ്രത്യാശയുണ്ടായിരിക്കണം. കണ്ണു പറിക്കാതെ ദൈവത്തിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്നവർക്കേ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിരാശ അവനെ അടിമപ്പെടുത്തി തുടങ്ങിയാൽ ജീവിതത്തിൽ കാണേണ്ടത് പലതും നാം കാണാതെ പോകും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് അതിരാവിലെ ബികോം പഠിക്കുന്ന കുട്ടിയാ ഫോൺ വിളിച്ചിട്ട് പറയുക, സിസ്റ്ററെ, എൻ്റെ വീട്ടിൽ ആരോ കൂടോത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എവിടെയാണത് വെച്ചിരിക്കുന്നത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു മുറ്റം മുഴുവൻ കിളച്ചു കൊള്ളാൻ. ഞാൻ ഇന്ന് അവധിയെടുത്ത് എൻ്റെ വീടിൻ്റെ മുറ്റം മുഴുവൻ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ തമ്പുരാൻ ഒരു വചനം പറഞ്ഞു തരികയാണ്. സംഖ്യയുടെ പുസ്തകം 23:23 യാക്കോബിന് ആഭിചാരി വെൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല എന്ന്. ഈ വചനം ആ കുഞ്ഞിനോട് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മിറ്റം കിളയ്ക്കൽ നിർത്തിയിട്ട് നീ ഇപ്പോൾ തന്നെ കോളേജിൽ പോയിക്കൊള്ളുക. നിന്റെ കൂടെ ഈശോയുണ്ട്. നീ സങ്കടപ്പെടാനും നിന്റെ ജീവിതത്തെ തകർത്ത് കളയാനും അല്ല ഈശോ ആഗ്രഹിക്കുക. നീ തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി നിലവിളിച്ചു പ്രാർത്ഥിക്കുക. നിന്റെ അനുദിന ജോലികൾ ചെയ്തു കൊള്ളുക. ആ തമ്പുരാൻ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നെ രക്ഷിക്കുമെന്ന്. മനസ്സിൽ എവിടെ ഒരു പ്രതീക്ഷ നാം വിട്ടിട്ട് അപ്പോൾ തന്നെ ആ തൂമ്പ ഒരു സ്ഥലത്ത് എറിഞ്ഞിട്ട് അവൻ യാത്രയാവുകയാണ് കോളേജിലേക്ക്. പിറ്റേ ആഴ്ച വിളിച്ചു പറയുകയാണ്, സിസ്റ്റർ, ഇപ്പോൾ വലിയൊരു സമാധാനമാണ്. ഇനി ഒരിക്കലും കുടുംബത്തെ മുന്നോട്ട് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നോർത്ത് വേദനിച്ചിരുന്ന എൻ്റെ കുടുംബത്തിലേക്ക് ഒരു വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ആ വചനം എനിക്ക് നൽകിയതെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തമ്പുരാൻ ഇല്ലാത്തിടത്താണ്, ഈശോ ഇല്ലാത്തിടത്താണ് ഒരു ശൂന്യത, ഒരു നിരാശ നമുക്ക് കടന്നു വരിക. നിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, നിനക്ക് നികത്താനാവാത്ത വിടവുകളിൽ നീ നിറച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ അവിടെ നിറച്ചു വെക്കണം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ കാത്തിരിക്കണം.
നാം കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 38 വർഷമായി ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ നാം കാണുകയാണ്. അവൻ്റെ അടുക്കലേക്ക് തമ്പുരാൻ കടന്നു ചെന്നിട്ട് തമ്പുരാൻ ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവൻ്റെ അടുക്കൽ തമ്പുരാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആരും എന്നെ കുളത്തിലിറക്കാൻ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ നിസ്സഹായത അവൻ യേശുവിനോട് വെളിപ്പെടുത്തുമ്പോൾ തമ്പുരാൻ അവന് സൗഖ്യം കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം സന്തോഷവും പ്രതീക്ഷയും കണ്ടെത്തേണ്ടത് ഈശോയിലാണ്. ഇന്ന് പല വ്യക്തികളെയും നാം കാണുമ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും കഞ്ചാവിലും ഒക്കെയായി സന്തോഷം കണ്ടെത്തുകയാണ്. കുറേ നേരം യൂട്യൂബിലെ മറ്റു പല വീഡിയോകളിൽ നോക്കിയിരുന്ന് കുറേ നേരത്തെ സന്തോഷം കണ്ടെത്തിയിട്ട് അവസാനം നിരാശയായി കടന്നു പോകുന്ന അനേകം വ്യക്തികളെ കാണുകയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഈശോയോട് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. നിരാശയാണ്. പഠിക്കുമ്പോൾ ഭയം അവനെ പിടികൂടുന്നു എന്ന് പറയുകയാണ്. ഇരുട്ടിനെ പോലും ഭയക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ നാം ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാണേണ്ടതിനെ കാണാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? പ്രതീക്ഷയില്ലാതെ മറ്റു പലതിലും ചെന്നുപെട്ടിട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റില്ല. അപ്പായും അമ്മയും തിരുത്തുന്നത് അത് സത്യമാണ് അല്ലെങ്കിൽ എൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിരാശ മാത്രം അവനെ വട്ടമിടുകയാണ്. അപ്പോൾ അമിതമായി ദേഷ്യപ്പെടുന്ന അനേകം വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒരു വ്യക്തി വന്നിട്ട് പങ്കുവെച്ചതാ, കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് അവൻ ഒരു പെൺകുട്ടിയുമായി വലിയ പ്രേമബന്ധത്തിലായിരുന്നു. പക്ഷേ അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിലും 3 വർഷത്തെ കോളേജ് ജീവിതം കഴിഞ്ഞപ്പോൾ അവൻ കഞ്ചാവിന് അഡിക്റ്റായി മാറുകയാണ്. എങ്കിലും അവനോടുള്ള വലിയ സ്നേഹം കൊണ്ട് അവൾ വീട്ടുകാരോട് പറയുന്നു ഇവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന്. വലിയ സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി ഒന്നുമില്ലാത്ത ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ സമ്മതിക്കില്ല. പക്ഷേ ഇവനെ മനസ്സിലാക്കിക്കൊണ്ട് ഇവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവൻ്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 8 വർഷം കാത്തിരുന്നിട്ട് അവർ വിവാഹത്തിന് തയ്യാറായി. അവർ വിവാഹം കഴിക്കുകയാണ്. ഈ സമയത്തും ഇവൻ കഞ്ചാവിന് ഭയങ്കര അഡിക്റ്റാണ്. കൂടെ നടക്കുന്ന ഇവളെ തന്നെ പരിചരിക്കുന്ന ആ കുഞ്ഞിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ വീണ്ടും ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇവളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവളെ ദേഹോപദ്രവം ചെയ്ത് സഹിക്കാൻ പറ്റാതെ ഡൈവോഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ആരൊക്കെയോ ചേർന്ന് അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞ് അവൻ പങ്കുവെച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററെ, അവളുടെ സ്നേഹം അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നും കണ്ടില്ല. എൻ്റെ കണ്ണ് അന്ധകാരമായിരുന്നു. വലിയ നിരാശയായിരുന്നു എനിക്ക്. ഇന്ന് എനിക്കതൊന്ന് തിരിച്ചു കിട്ടാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ ദൈവത്തിലല്ലാതെ മറ്റു പലതിലും വെച്ച് കഴിഞ്ഞാൽ ജീവിതം വഴിതെറ്റിപ്പോകും, വഴിമുട്ടിപ്പോകും. മുമ്പിൽ നിൽക്കുന്ന നന്മയെ കണ്ടെത്താൻ പറ്റാതെ തിന്മയുടെ കരാളഹസ്തങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് നാം നേരിടുന്നുണ്ട്. അത് നാം തിരിച്ചറിയണം. നാം അതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാൻ ഒരു കണ്ണ് നമുക്ക് പ്രത്യാശ തരും. എൻ്റെ ഈ പ്രശ്നങ്ങൾ കടന്നു പോകുമെന്ന് ഞാൻ മനസ്സിലാക്കണം. 38 വർഷമായി തളർവാദ രോഗി ആ കൊളക്കരയിൽ കിടന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ദിവസം ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് അവൻ അവിടെ കിടന്നതെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാൻ ഒരു കഴിവ്, അതും നമുക്ക് പ്രത്യാശയെ തരിക. ഇപ്പോൾ ഞാൻ കുറ്റബോധത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ എൻ്റെ തമ്പുരാൻ, ക്രൂശിതനായ തമ്പുരാൻ ഇറങ്ങി വന്നെന്നെ മോചിപ്പിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാകുന്നത്, എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നിറയുന്നത്, എനിക്ക് ആനന്ദമുണ്ടാവുക. എന്നെ അകപ്പെടുത്തിയിരിക്കുന്ന, എന്നെ വലയത്തിലാക്കിയിരിക്കുന്ന ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മറികടന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് കിട്ടുക എന്നതും അതുതന്നെയാണ്. എവിടെ പ്രത്യാശയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. പ്രതീക്ഷ ഇല്ലാത്തിടത്ത് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല. കാരണം നാം കാണുന്നുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന പല കുഞ്ഞുങ്ങളും പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവരെന്തെങ്കിലും എഴുതി തെറ്റിപ്പോയാൽ എങ്കിൽ പിന്നെ ആ വിഷയത്തോട് അവർക്ക് താല്പര്യമില്ല. ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ആ വിഷയം അടച്ചു വെച്ച്, ബുക്ക് അടച്ചു വെച്ച് പഠിത്തം ഉപേക്ഷിക്കുന്ന അനേകം വ്യക്തികൾ.
ഈ ഒരവസ്ഥയിൽ ആ ഒരു ദുഃഖത്തിൻ്റെ അപ്പുറത്ത് ഈശോ ഇടപെടുമെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ തെറ്റ് തിരുത്തിയിട്ട് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവൻ്റെ ജീവിതം പ്രതീക്ഷയുടെ ഫലമണിയുക. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുകയാണ്. ഇസ്ഹാക്കിൻ്റെ ജനനത്തിന് ശേഷം സാറായുടെ നിർബന്ധപ്രകാരം അബ്രാഹാം ഹാഗാറിനെയും കുഞ്ഞായ ഇസ്മായിലിനെയും പുറത്താക്കുന്നത് നാം കാണുന്നുണ്ട്. തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തോൽക്കുടത്തിൽ തുകൽ സഞ്ചിയിലുള്ള ജലം തീർന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പാവുകയാണ്. കുട്ടി മരിക്കുന്നത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആ തിരിഞ്ഞിരിക്കലിൽ അവളുടെ നോട്ടം ദൈവസന്നിധിയിലേക്കാണ്. കാരണം ഇവിടെ ദൈവമല്ലാതെ മറ്റാരും എനിക്ക് ഉത്തരം തരാൻ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്കാണ്. ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറയുന്നു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളും വേദനകളുമായി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴും നിന്റെ കണ്ണ് ദൈവത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. നാം വീണ്ടും കാണുന്ന മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. ഒരു കാനാൻകാരി സ്ത്രീയെക്കുറിച്ച്. ഈശോയുടെ പിന്നാലെ നടന്ന് അവൾ പറയുകയാണ്, തമ്പുരാനെ, കർത്താവെ, എൻ്റെ മകളെ സുഖപ്പെടുത്തണേ. ഇത് തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് അവളിങ്ങനെ പറയുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ഈശോ പറയുമ്പോഴും വീണ്ടും പിന്നാലെ പോയി അവൾ തമ്പുരാനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരു കാര്യം അറിയാം, താൻ പുറകെ പോകുന്നത് വെറും ഒരു മനുഷ്യൻ്റെ കൂടെയല്ല, മനുഷ്യൻ്റെ പിന്നാലെയല്ല, മറിച്ച് ജീവനുള്ള യേശുവിൻ്റെ പിന്നാലെയാണ്. ഇവന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മറ്റു പല വാക്കുകളെയും അവഗണിച്ച് പിന്നാലെ പോകുമ്പോൾ യേശു തിരിഞ്ഞു നോക്കി അവളെ. യേശു തിരിഞ്ഞു നോക്കിയിട്ട് അവളോട് പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ധ്യാന കേന്ദ്രങ്ങളോട് നടന്നു കയറിയിട്ടും ഉത്തരം കിട്ടുന്നില്ല. ജപമാല അർപ്പിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നിന്നുപോയിരിക്കുകയാണ്. മറിച്ച് നീ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം. തമ്പുരാൻ മത്തായി 7:7 അവസാനത്തെ വാക്യം പറയുന്നത്, അവസാന വചനം പറയുകയാണ്, മുട്ടുവീൺ തുറക്കപ്പെടുമെന്ന്. മുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് തമ്പുരാൻ തുറന്നു കൊടുക്കൂ. നിരന്തരം പ്രതീക്ഷയോടെ മുട്ടണം. നിന്റെ തുറന്നു കിട്ടുന്നിടം വരെ മുട്ടുന്നവനാണ് പ്രതീക്ഷയുള്ളത്. തുറന്നു കിട്ടുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെ പ്രതീക്ഷ ഫലം അണിയുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നാം കാണുകയാണ്, ഒരു അന്ധയാചകൻ യേശുവാണ് നടന്നു പോകുന്നതെന്ന് കേട്ടപ്പോൾ തമ്പുരാനെ വിളിക്കുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പലരും അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ ശാസിക്കുകയാണ് അവനെ. മിണ്ടരുത്, ശബ്ദമുയർത്തരുത് എന്ന് പറയുമ്പോൾ കൂടുതൽ ഉച്ചത്തിൽ അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. വചനം എഴുതി വെച്ചിരിക്കുക, യേശു അവിടെ നിന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയുള്ളവൻ്റെ വിളി, ദൈവത്തെ വിളിക്കുന്നത് ഒരിക്കലും അസ്തമിക്കുന്നില്ല, നിന്നു പോകുന്നില്ല. അവൻ യേശുവിനെ നിർത്തുവാൻ വേണ്ടി, യേശു തിരിഞ്ഞു നിൽക്കണം നിനക്ക് വേണ്ടി, യേശു തിരിഞ്ഞു നോക്കണം നിനക്ക് വേണ്ടി എന്ന് നീ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നീ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പ്രതീക്ഷയുള്ള നിൻ്റെ വിളിക്ക് നേരെ ഈശോ തിരിഞ്ഞു നോക്കും. പ്രതീക്ഷയുള്ള നിൻ്റെ വിളിക്ക് നേരെ ഈശോ നിന്നുകൊണ്ട് നിനക്കുത്തരം വരളും. പ്രിയപ്പെട്ടവരെ, അതാണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. മനസ്സ് നിറയെ പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും തമ്പുരാൻ തരുന്ന സമ്മാനമാണ് സന്തോഷം. കാനാൻകാരുടെ പ്രതീക്ഷയ്ക്ക് മേൽ ഈശോ ഇടപെട്ടപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ശൂന്യതയായ മകളുടെ രോഗം തമ്പുരാൻ എടുത്തു മാറ്റിയിട്ട് വലിയ സന്തോഷം കൊടുക്കുകയാണ്. അന്ധയാചകൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ യേശു അവൻ്റെ വിളി കേട്ടിട്ട് യേശു നിന്നിട്ട് അവൻ്റെ പ്രതീക്ഷയുടെ മേൽ അവൻ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ യേശുവിനെ വിളിച്ചത്, ആ പ്രതീക്ഷയുടെ മേൽ ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് സൗഖ്യം കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. ഹാഗാർ തൻ്റെ കുട്ടി മരിക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഈ സമയത്ത് ദൈവം ഇടപെടുന്നത് നാം കാണുന്നുണ്ട്.
ഈ തമ്പുരാനുള്ള പ്രതീക്ഷ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. വേദനകളോ കഷ്ടപ്പാടുകളോ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷയെ തടവറയിലാക്കാൻ നാം അനുവദിക്കരുത്. എനിക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ എൻ്റെ പ്രതീക്ഷ നിന്നു പോകാൻ പാടില്ല. അതാണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ജോബിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷയുടെ മനുഷ്യനായ നാം ജോബിനെ കാണുക. സഹനങ്ങളുടെ വലിയ മനുഷ്യനെ. സങ്കടങ്ങളിലും ദേഹം മുഴുവൻ പുഴുക്കൾ അരിച്ചിറങ്ങി മൺചട്ടിയുടെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് തൻ്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കളെ അകറ്റി മാറ്റുമ്പോഴും അവൻ പറയുന്നൊരു വാക്കുണ്ട്, ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവനോട് നീ എൻ്റെ അമ്മയാണ്, സഹോദരിയാണ് എന്ന് പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ എവിടെ? എൻ്റെ പ്രത്യാശയ്ക്ക് ആരാണ് ഉത്തരം തരിക? ഈ ജോബ് തന്നെ പറയുകയാ. ജോബ് 16:19 ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലാണ്, എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലിരിക്കുന്നുവെന്ന്. ഈ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. വീണ്ടും ജോബിൻ്റെ പുസ്തകം 17:3 ഒരു വചനം പറയുകയാ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണം, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക എന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സങ്കടത്തിൽ വലിയ പ്രതീക്ഷയോടെ ഞാൻ ദൈവത്തെ ഉറ്റുനോക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കല്ലെടുത്ത് മാറ്റാൻ ശവക്കല്ലറയുടെ മുമ്പിൽ പോയി നിന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ആ കല്ലറയിലേക്ക് മറ്റുള്ളവർ നോക്കിയപ്പോൾ അവിടെ കണ്ടു കുറേ പുഴുക്കൾ. പക്ഷേ ദുർഗന്ധം മറ്റുള്ളവർ കണ്ടു. പക്ഷേ ഈശോ കണ്ടു ജീവനുള്ള ലാസറിനെ. നിന്റെ സങ്കടങ്ങൾക്കിടയിൽ, നിന്റെ വേദനകൾക്കിടയിൽ, നിന്റെ നൊമ്പരങ്ങൾക്കിടയിൽ, നിന്റെ ചീഞ്ഞു നാറുന്ന ചില പാവബന്ധനങ്ങൾക്കിടയിൽ നിന്ന് നീ പ്രതീക്ഷയോടെ ഈശോയെ വിളിക്കണം. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ചീഞ്ഞഴിഞ്ഞു കിടക്കുന്ന പന്നിക്കുഴിയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രതീക്ഷയോടെ തമ്പുരാൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാൻ സുബോധത്തോടെ ഒരുങ്ങുന്ന ഒരു ധൂർത്തപുത്രനെ നാം കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിലും ഞാൻ അങ്ങനെയായി മാറണം. എൻ്റെ സങ്കടങ്ങളിലും ഞാൻ ദൈവത്തെ കണ്ടുമുട്ടണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് പറ്റണം. ഈ തമ്പുരാൻ നമുക്ക് വേണ്ടി ഇടപെടുമ്പോൾ പ്രതീക്ഷയുടെ അനന്ത ചക്രവാളമാണ് നമുക്കുണ്ടാകണമെന്ന് അവൻ പറയുകയാണ്. നാം സംഖ്യയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. ബാലാക് രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി ബാലാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തുന്ന ഒരു വചനഭാഗമാണ് നാം അവിടെ കാണുക. ഇസ്രായേൽ മക്കൾ ജോർദാൻ കടന്ന് അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ബാലാമിൻ്റെ അടുക്കലേക്ക് ബാലാക് രാജാവ് ആളുകളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ അവരെ ശപിക്കണമെന്ന്. പ്രവാചകനായ ബാലാം എന്നാൽ കുറവുകളുള്ള മനുഷ്യനെയാണ് നാം കാണുക. പാപം ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണ്. എന്നാൽ ദൈവജനത്തെ നശിപ്പിക്കാൻ അയാളെ ഒരു രാജാവ് ഇവിടെ വാടകയ്ക്കെടുക്കുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്ന ബാലാം പ്രവാചകൻ ഇപ്പോൾ ബാലാക്കിൻ്റെ കയ്യിൽ ഒരു വാടക പ്രവാചകനായി മാറിയിരിക്കുകയാണ്. ദൈവജനത്തിന് എതിരെ പ്രവചിക്കണം എന്നൊരു ദൗത്യം ബാലാമിന് രാജാവ് കൊടുക്കുകയാണ്. എന്നാൽ ദൈവജനത്തിനെതിരെ പ്രവചിക്കണമെന്നുള്ള ദൗത്യം കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവവുമായുള്ളൊരു വലിയ ബന്ധമുണ്ട്. ദൈവം ആഗ്രഹിക്കാത്തത് ഒന്നും പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. നാം വചനം കാണുന്നുണ്ട്. ബാലാം ഇങ്ങനെ പറയുന്നുണ്ട്. 22-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ ബാലാക്കിൻ്റെ സേവകരോട് ബാലാം പറയുകയാ, ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല എന്ന്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബാലാം പ്രവാചകനെ നാം കാണുമ്പോൾ സേവകരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ട്, തീർച്ചയായും ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന്. ബാലാക്കിൻ്റെ വാടക പ്രവാചകനായി ഞാൻ മാറുമ്പോഴും, ബാലാക്ക് വിലക്കെടുത്ത വ്യക്തിയായി ഞാൻ മാറുമ്പോഴും എൻ്റെ നാവിൽ എന്ത് പറയണമെന്ന് ദൈവം പറഞ്ഞു തരുമെന്നൊരു ഉറപ്പ് ബാലാമിനുണ്ടായിരുന്നു. ദൈവത്തെ വിലപ്പെട്ടതായി കണ്ട് രാജാവിൻ്റെ മുൻപിൽ അദ്ദേഹം പിന്നെ ഏറ്റുപറയാൻ തുടങ്ങുകയാണ്. ശപിക്കാൻ നിയോഗിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ ബാലാമിൻ്റെ വലിയ പ്രവചനം അനുഗ്രഹമായി മാറുന്നത് നാം കാണുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ കാണുകയാണ്. ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. സർവശക്തിയിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ,
തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവാചിക്കുന്നു, യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരമെന്ന്. ഇസ്രായേൽ മക്കൾ നല്ലവരല്ല, അതുകൊണ്ട് അവരെ ശപിക്കണമെന്ന് പറഞ്ഞു വിടുന്ന ബാലാമിനോട് നിന്റെ അധരത്തിൽ നിന്ന് തമ്പുരാൻ ഇതാ പറയുകയാ, യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം. ഇസ്രായേലെ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയാണവ എന്ന്. അയാൾ കണ്ട സത്യം പ്രത്യാശ തരുന്ന സത്യമാണ്. നീ ഇസ്രായേലിൻ്റെ ജീവിതം അനുഗ്രഹമാണ് എന്ന് വലിയ പ്രവചനം, പ്രതീക്ഷയിൽ നിറഞ്ഞിട്ടുള്ളൊരു പ്രവചനം തകർന്നടിയാൻ പോകുന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുക. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ബാലാമിലൂടെ ഉത്തരം കിട്ടുന്നത് പോലെ തന്നെ, വീട് നിറയെ സ്വർണവും വെള്ളിയും എനിക്ക് തന്നാലും എൻ്റെ ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും ഞാൻ പ്രവചിക്കില്ല എന്ന് പറഞ്ഞ ബാലാം പ്രവാചകനും ദൈവം വിസ്മയിപ്പിക്കുമാറ് നാവിൽ വചനം വെച്ചു കൊടുക്കുകയാ. വചനം 23-ാമത്തെ അധ്യായം സംഖ്യ 23:15 വചനം എഴുതി വെച്ചിരിക്കുന്നു. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുവെന്ന് വചനം നാം വായിക്കുന്നുണ്ട്. ദൈവം തന്നെ അവൻ്റെ തുണയ്ക്ക് എത്തുന്നതായി നാം കാണുന്നു. ബാലാക്കിനെ ഭയപ്പെടാതെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ബാലാമിനെ നാം ഇവിടെ കാണുകയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ബാലാം എന്ന് പറയുന്ന പ്രവാചകൻ ഹൃദയം തുറക്കുകയാണ്. കർത്താവാകുന്ന പ്രത്യാശയാകുന്ന പുണ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഞാൻ അവനെ കാണുന്നു. വചനം പറയുകയാ, സംഖ്യ 23:15 ബാലാക്കിനോട് പറയുകയാ, നിന്റെ ദഹന ബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ എന്ന്. ബാലാം കർത്താവിനെ കാണുകയാ. കർത്താവിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. ഇവിടെ കർത്താവ് പ്രത്യാശയാകുന്നൊരു പുണ്യം ബാലാമിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, രോഗമോ കുറ്റബോധമോ അധികാരികൾ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളോ വേദനകളോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വലിയ ഒരിക്കലും മാറാനാവാത്ത മാരക രോഗത്തിൻ്റെ കുഴിയിലായിരിക്കും ഒരു പക്ഷേ നീ. ഇതിനെ മറികടന്ന് ദൈവം നിനക്ക് വേണ്ടി കൈയെത്തിച്ച് അനുഗ്രഹം തരുമെന്ന് തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നാം കാണുമ്പോൾ വിശന്നു പൊരിയുന്ന 7 സിംഹങ്ങൾ അടങ്ങുന്ന സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞിട്ട്, ദാനിയേൽ ഭയമില്ലാതെ ദൈവത്തിൻ്റെ ഏറ്റുപറഞ്ഞത് കൊണ്ടുള്ള ശിക്ഷയാണല്ലോ ഇതെന്ന് ഓർത്തിട്ടും തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് സിംഹക്കുഴിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവം അവന് വേണ്ടി വായടയ്ക്കുകയാണ്. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ദാനിയേലിന് വേണ്ടി ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദൈവത്തെ നാം കാണുമ്പോൾ, ദൈവത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ മേൽ ദൈവം വീണ്ടും അനുഗ്രഹം ചൊരിയുന്നത് നാം കാണുകയാണ്. പ്രതീക്ഷിക്കുമ്പോൾ അനുഗ്രഹം കൂടെ കൂടെയാണ്, പ്രത്യാശിക്കുമ്പോൾ അനുഗ്രഹം കൂടെ കൂടെയാണ്. വചനം വായിച്ചിട്ട് വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഇത് എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. സങ്കീർത്തന പുസ്തകം 23:1, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. മരണത്തെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് എങ്കിൽ അത് പ്രതീക്ഷയിൽ നിന്നുള്ള ഒരു വാക്കുകളാണ്. വലിയ പ്രതീക്ഷയും വലിയ ഉറപ്പും വലിയ ധൈര്യവുമാണ്. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മുടെ ഇടയനായി മാറിയാൽ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറിയാൽ, പ്രതീക്ഷയോടെ അവനെ നിൻ്റെ കൂടെ ഇരുത്തിയാൽ, ദൈവം നമ്മോട് കൂടിയായി ഇമ്മാനുവേലായി അവനെ നീ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായും നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവും. അതാണ് നമ്മിൽ നിന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ വലിയ ചക്രവാളം തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ വലിയ ചക്രവാളം നമുക്ക് വേണം. ഒരു മതിലിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഈ മതിലിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ സങ്കടങ്ങളുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇനി ഒന്നുമില്ല, ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രതീക്ഷയില്ല എന്നതിനർത്ഥം. എന്നാൽ ഈ മതിലിനപ്പുറത്ത് ഒരു ദൈവകരം പ്രവർത്തിക്കുമെന്നും ഈ മതിലിനെ ജെറിക്കോ മതിൽ പോലെ ഇടിച്ചു തകർത്ത് എൻ്റെ ജീവിതത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചാൽ, ഉറച്ചു പ്രതീക്ഷിച്ചാൽ ദൈവം നിശ്ചയമായും എനിക്ക് അനുഗ്രഹം ചൊരിയും. തമ്പുരാൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് യോഹന്നാന് ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് പരിസയർ ചോദിക്കുമ്പോൾ ഈശോ തിരിച്ചൊരു ഉത്തരം പറയുകയാണ്, ഇത് ആരിൽ നിന്ന് എന്ന് നിങ്ങൾ തന്നെ പറയുവനെന്ന്. അപ്പോൾ അവിടെ കണക്കുകൂട്ടലുകൾ വന്നു.
മനുഷ്യനിൽ നിന്ന് പറഞ്ഞാലോ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഫരിസേയ പ്രമുഖരെ നാം കാണുമ്പോൾ ആ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് തമ്പുരാൻ പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ഈശോ പ്രവർത്തിക്കുമ്പോൾ തമ്പുരാൻ അവരുടെ മുമ്പിൽ വിജയിക്കുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളിലും വേദനകളിലും ഈശോയെ കാണുവാൻ, പ്രതീക്ഷയോടെ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് വരാനുള്ള ഒരു കൃപ, ദൈവസ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, എൻ്റെ ജീവിതം ഇന്ന് എത്ര വലിയ നിരാശയിലാണ് എങ്കിലും, എത്ര വലിയ വേദനയിലാണ് എങ്കിലും, കൈനീട്ടി നിൽക്കുന്ന നിന്നെ ഒന്ന് കാണുവാൻ, കൈകളുയർത്തി അനുഗ്രഹിക്കുന്ന നിന്നെ ഒന്ന് കാണാൻ, നിന്നിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ എന്നെ അനുഗ്രഹിക്കണം ഈശോയെ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ച് തരികയാണ്. അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.